ഞാനിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നത്, ഒരുപാട് വീഡിയോസ് ചെയ്തതും പിന്നെ ഈ പാട്ട് പാടുന്ന വീഡിയോസും ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നേ, ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമുക്ക് ഇപ്പം ഈ ബോഡി തൊടാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബോഡിയല്ല, നിങ്ങളുടെ ബോഡിയിൽ നിന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ അത് തൊടാൻ പറ്റുന്നുണ്ട്. നാളെ നിങ്ങൾക്ക് നമ്മുടെ ഒരു ടൈമിൽ ഒരു ആയുസ്സും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ, മറ്റന്നാൾ വരെ ഉണ്ടോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ് ചിലർ ജീവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു അടിപൊളിയായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ ഒരു അറ്റൻഷനായിട്ടൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിൽ നമ്മൾ ബെറ്ററായിട്ട് ദൈവം നമ്മളെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒന്നുമില്ല. ദൈവം നമുക്ക് ഇപ്പോഴും ഉണ്ട്, മരിക്കും. നമ്മൾ ജനിക്കുന്നതിന് മുമ്പും ദൈവമുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ആത്മാവായിട്ടിരിക്കുന്നു. ഇപ്പോഴും ആത്മാവാണ്, അന്നും ആത്മാവാണ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ബോഡി ഉണ്ട്, നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയ കഴിവെന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാനുള്ള ബോഡി നമ്മുടെ കൂടെ ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, നമ്മുടെ ഈ പറഞ്ഞ പോലെ എല്ലാ സന്തോഷം അനുഭവിക്കാനുള്ള ഈ ബോഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ശരീരമുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാനാണ് ദൈവം നമുക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ഉള്ള ഒരു എന്താ പറയുക, ഒരു ജീവൻ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ശരീരത്തോടുള്ള ജീവൻ, ശരീരത്തിനകത്ത് ജീവൻ ഒളിപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ബോഡി വേറെയും ആത്മാവ് വേറെയായിട്ട്, ശരീരം വേറെ ആത്മാവ് വേറെ ആയിട്ടിരിക്കുന്ന സമയത്ത് അപ്പം ഇതുണ്ടായാലും ശരീരം ഉണ്ടായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് കയറാൻ പറ്റിയില്ല, എന്ത് ചെയ്യാൻ? അതൊന്ന് ആലോചിച്ച്